ലോകത്താദ്യമായി ഗർഭസ്ഥ ശിശുവിനെ നിലനിർത്തിക്കൊണ്ട് സങ്കീർണ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി സൺറൈസ് ഹോസ്പിറ്റൽ വൈദ്യശാസ്ത്ര രംഗത്ത് വിപ്ലവകരമായ നേട്ടവുമായി കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റൽ. ഞാൻ അവിടെ കൺസൾട്ട് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് റെഫർ ചെയ്തതാണ് ഹഫീസ് സാറിനെ. ഫസ്റ്റ് അവർക്ക് താങ്ക്സ്, സാറിനെ റെഫർ ചെയ്തതിന്. മാം പറഞ്ഞ പോലെ തന്നെ നമ്മളിത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ളൊരു ഇതേ ഉണ്ടായിരുന്നില്ല. അവരും നമ്മളെ പറഞ്ഞ് അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത് കേട്ട് നമുക്ക് ഭയങ്കര പാനിക്കായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. കാരണം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ സ്കാർ റപ്ചർ ആവാം, മെറ്റേണൽ ഡെത്ത് വരാം. അതുകൊണ്ട് അവർക്ക് എത്രയും പെട്ടെന്ന് നമ്മളവിടെ നിന്ന് പറഞ്ഞേക്കണം, പെട്ടെന്ന് സേഫായിട്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി. അതായിരുന്നു അന്നത്തെ കണ്ടീഷൻ. അങ്ങനെ സാറിൻ്റെ അടുത്ത് അവിടുന്ന് ഡോക്ടർ ശിവ മാം ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചു ഇതുപോലെ ടെർമിനേഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു നെക്സ്റ്റ് ഡേ തന്നെ ട്രാവൽ ചെയ്ത് വരാൻ പറഞ്ഞു. ഇവൻ സാറ് പറഞ്ഞു എയർപോർട്ടിലേക്ക് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് തരാം. അങ്ങനെ പക്ഷെ നമ്മളിങ്ങോട്ട് എത്തി. അന്ന് തന്നെ സാറ് ഞങ്ങൾ ആക്ച്വലി മൈൻഡിൽ എത്രയും പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യുക, മെറ്റേണൽ ഡെത്ത് ആ ഒരു റിസ്ക് ഒഴിവാക്കുക, അന്ന് അതേ ചിന്തിച്ചിട്ടുള്ളൂ. ഈ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഹസ്ബൻഡും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഇവിടെ വന്നു സാറിനെ കണ്ടു. സാർ ഫസ്റ്റ് ഒരു സ്കാൻ എടുത്തു. അതിനുശേഷം സാർ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, റിസ്ക് ഉണ്ട്, ഞാൻ റിസ്ക് എടുക്കാൻ റെഡിയാണ്, നിങ്ങൾ കൂടെ നിങ്ങളൊന്ന് കൂടെ ഉണ്ടായാൽ മതി, റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയാണ്, അതാണ് എൻ്റെ സന്തോഷം, ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ടാപ്പ് തുറന്നിട്ട് പോലെ കുറച്ചൊക്കെ ഞാൻ അവിടെ ഒരു സ്ക്രീനിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സോണിയ മാമിനെ പിന്നെ ഒരു ദിവസം കണ്ടപ്പോൾ ചോദിച്ചത് വെള്ളം എങ്ങാനും ആണോ, ശരിക്കും ബ്ലഡ് തന്നെയാണോ, വേറെ മിക്സ് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയൊക്കെ എടുത്തതാണോ എന്നൊക്കെ എനിക്കറിയില്ല. സാറിനെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളും ബാക്കി ആ ഒരു ടീം ഉണ്ടെങ്കിൽ എന്തും നടക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഭയങ്കര ഇമോഷണലായി പോവും. എനിക്കും പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ സ്കാർ പ്രഗ്നൻസിൻ്റെ ഞാൻ യൂട്യൂബിലും ഇപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ ഞങ്ങളും ChatGPT യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും താഴെ കമൻസ്, ഈവൻ ഡോക്ടേഴ്സിൻ്റെ വീഡിയോസ് വരെ, കേരളത്തിലെ ഡോക്ടേഴ്സ് ആണെങ്കിലും ഔട്ട്സൈഡ് ഇന്ത്യ ഡോക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും പറയാം ആസ് സൂൺ ആസ് പോസിബിൾ ടെർമിനേഷൻ എന്നുള്ള ഒരു ഇതായിരുന്നു. അതിൽ കമൻസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈവൻ കേരളത്തിൽ ഒരുപാട് കമൻസ് മലയാളം കമൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കും സ്കാർ പ്രഗ്നൻസി ആയിരുന്നു, അത് ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്യുക, എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടി ഒരു ബേബീനെ സേവ് ചെയ്യാം, ഒരു അമ്മേനെ സേവ് ചെയ്യുക, യൂട്രസ് പ്രിസർവ് ചെയ്യുക, ഇത്രയും കാര്യങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ വീഡിയോ കാണുന്ന ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്റോ കാണുന്ന എല്ലാവർക്കും ദയവ് ചെയ്ത് സൺറൈസ്, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിലും സൺറൈസ് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യുക. ഇവിടെ അത്രയും വലിയൊരു ടീമുണ്ട്. ഇതിപ്പോൾ ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഇന്ന് 18th ഡേ ആണ്, എനിക്കൊരു കുഴപ്പമില്ല, ബേബിയും ഒക്കെയാണ്. സോ യാ, ദാറ്റ്സ് ഇറ്റ്. നമ്മൾ മുമ്പ് 10 ഡോക്ടേഴ്സിനെ കണ്ടു. ആദ്യമായിട്ടായിരുന്നു ഒരാൾ നമ്മളോട് ഇത്രയും പോസിറ്റീവായിട്ടും കോൺഫിഡൻ്റ് ആയിട്ടും സംസാരിക്കുന്നത് തന്നെ. ബാക്കി എല്ലാവരും പറഞ്ഞു കേട്ട് നമുക്ക് പേടിയാവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സാറിൻ്റെ ആ ഒരു യെസ് ആണ് പിന്നെ ഇന്ന് ഇവിടെ വരെ എത്തിച്ചത്. പിന്നെയുള്ള ബാക്കി കോംപ്ലിക്കേഷൻസും മാം പറഞ്ഞു. ഇതിന് അന്ന് എനിക്ക് 7 weeks ഓൾമോസ്റ്റ് 8 weeks ആയിരുന്നു ഫസ്റ്റ് ഈ സ്കാർ ഡിഫക്റ്റ് റിപ്പയർ ഫസ്റ്റ് സർജറി ചെയ്ത സമയത്ത്. അതിനുശേഷം പിന്നെയും സർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് വന്നു. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, 4 months ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഹോസ്പിറ്റൽ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ്, നഴ്സുമാരാണെങ്കിലും ബാക്കി സ്റ്റാഫ് എല്ലാവരും ചെയ്തു. മാം പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ, ഹിസ്റ്ററിയും എല്ലാം പറഞ്ഞു. എന്നാലും ഇനീഷ്യലി ഇതൊരു സ്കാർ ഞാൻ ദുബായിലാണ്, നമ്മൾ ഞാനും ഹസ്ബൻഡും ദുബായിലാണ്. ഇനീഷ്യലി അവിടെ കൺസൾട്ട് ചെയ്തിരുന്ന സമയത്ത് ഇതെൻ്റെ 3rd pregnancy ആയിരുന്നു, 4th pregnancy ആണ് ആക്ച്വലി. ഇതിനു മുമ്പ് എനിക്കൊരു സിസേറിയൻ കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിൽ ബർത്ത് ആയിരുന്നു. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഒരു സ്കാർ പ്രഗ്നൻസി ഉണ്ടായിരുന്നു, അത് ടെർമിനേറ്റ് ചെയ്തിരുന്നു. അത് ടെർമിനേറ്റ് ചെയ്യാൻ ഉള്ള കാരണം ഇപ്പോൾ സോണിയ മാം പറഞ്ഞ കുറേ റീസൺസാണ്. കാരണം അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ സ്കാർ റപ്ചർ ആവാം, പിന്നെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, യൂട്രസ് പ്രിസർവ് ചെയ്യാൻ പറ്റില്ല, യൂട്രസ് റിമൂവ് ചെയ്യേണ്ടി വരും. സോ ആസ് പെർ നമ്മളന്ന് UAE-യിലായിരുന്നു. UAE ലോ പ്രകാരം അവരത് കണ്ടിന്യൂ ചെയ്യാൻ സമ്മതിക്കില്ല. മാം പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. എല്ലാവരും ടെർമിനേറ്റ് ചെയ്യാനേ പറയുള്ളൂ. കാരണം അതുപോലെ ഒരു പ്രഗ്നൻസി നമ്മൾ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, സെയിം സ്കാർ പ്രഗ്നൻസി. അതിനുശേഷം 1 year കഴിഞ്ഞ് വീണ്ടും ലാസ്റ്റ് ഒക്ടോബറിൽ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും
ഇതുപോലെ സ്കാർ പ്രഗ്നൻസി റിപ്പീറ്റ് ആയിട്ട് കൺസീവ് ആയി, പക്ഷെ അത് എഗെയിൻ സ്കാർ പ്രഗ്നൻസി ആയി. നമ്മൾ UAE ഓൾമോസ്റ്റ് 7 ഹോസ്പിറ്റൽസിൽ ഒരു 10 ഡോക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഫീറ്റൽ മെഡിസിൻ, HOD, ഒരുവിധം എല്ലാ അവിടുത്തെ ടോപ്പ് നോച്ച് ഹോസ്പിറ്റൽസിലെല്ലാം നമ്മൾ പോയിട്ടുണ്ട്. ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എല്ലാവരും നമ്മളോട് പറഞ്ഞത് ഇത് ടെർമിനേറ്റ് ചെയ്യണം, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ പറഞ്ഞ റീസൺസ് കൊണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈവൻ UAE ടെർമിനേഷനും ചെയ്യാൻ പറ്റില്ല, കാരണം ബേബി ഹെൽത്തി ആണ്. അതുകൊണ്ട് അവർക്ക് ഈ കേസ് എടുക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് പോവുക, ടെർമിനേഷൻ ചെയ്യുക. ഒരു സേഫ് ടെർമിനേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ട്രാവൽ ചെയ്യുക. ആസ് പെർ UAE ലോ അവിടെ ബേബി ഹെൽത്തി ആണെങ്കിൽ ടെർമിനേഷൻ ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ട് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് നമ്മളെ പ്രൊസീഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നു. യൂട്രസിനെ റീമോഡൽ ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക. ഇത് പ്രഗ്നൻസിക്ക് മുന്നേ ഒരുപാട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സാണ്. അത് ജന്മനാലുള്ള യൂട്രൈൻ അനോമലി കാരണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി കാരണം വരുന്ന യൂട്രസിൻ്റെ ഡാമേജ് കാരണം യൂട്രസിനെ റീകൺസ്ട്രക്ട് ചെയ്യേണ്ടി വരാം. പക്ഷെ ഒരു കുട്ടിയെ അകത്ത് വെച്ചുകൊണ്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു കേസാണ് നമ്മളിവിടെ പറയുന്നത്. ബേബീസ് എങ്ങനെ സേവ് ചെയ്യാം? വി ആർ ഡൺ വിത്ത് അബോർട്ടിങ് ഓർ ടെർമിനേറ്റിംഗ് പ്രഗ്നൻസീസ്. വി ആർ ഗോയിങ് ടുവേർഡ്സ് സേവിങ് ബേബീസ് ആൻഡ് സേവിങ് ദ യൂട്രസ് ഓൾസോ. എന്തുകൊണ്ട് ഈ കേസ് മാറ്റർ ചെയ്യുന്നു? മെയിൻലി ബിക്കോസ് സിസേറിയൻ റേറ്റ്സ് കൂടുകയാണ്. ഇങ്ങനെ ഒരു കണ്ടീഷന് അബോർഷൻ നടക്കുന്ന നമ്പേഴ്സ് പറഞ്ഞാൽ വളരെ അപ്രോക്സിമേറ്റ് ആണ്, പക്ഷേ 1800 ഒരാൾ ഇതിലൂടെ പോകുന്നു. നാളെ ഇത് കാരണം ഒരു ബേബിക്കോ ഒരു മദറിനോ ഒരു ഹോപ്പ് കിട്ടുകയാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ദാറ്റ്. ഈ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ ഇമേജിൽ കാണാം, ഇത് സോ ഈ പോയിന്റർ ഈ വീഡിയോ കാണുമ്പോഴായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ശരിക്കും വിജയിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒരു മെഡിക്കൽ ശസ്ത്രക്രിയയോ ലോകത്തിലെ ആദ്യത്തെ പ്രൊസീജിയറായിട്ടോ അല്ല. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഡോക്ടറിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രസ്റ്റ് ചെയ്ത ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റോറി, ഒരു വിജയം. ആൻഡ് അതിന്ന് ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരെയും മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് നാളെ അത് വേറെ ആർക്കെങ്കിലും ഒരു ഉപയോഗമാകട്ടെ എന്നുള്ളൊരു വലിയ ഹോപ്പോടെയാണ്. സോ സിംപ്ലി സെഡ്, ഒരു ഗർഭശിശുവെ യൂട്രസിനകത്ത് വെച്ചുകൊണ്ട് തന്നെ ആ യൂട്രസ് റിപ്പയർ ചെയ്ത് എങ്ങനെ രക്ഷിക്കാം, എങ്ങനെ രക്ഷിച്ചു എന്ന് വെച്ചാൽ, ഇപ്പം ഞങ്ങളെപ്പോലെ പഠിച്ചു വരുന്ന ഡോക്ടേഴ്സ്, വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സിമ്പിളായിട്ട് ഈ കാര്യം ചോദിച്ചാൽ വി വിൽ സേ വെരി സ്ട്രോങ്ലി ഇമ്പോസിബിൾ. ആൻഡ് രേഷ്മയുടെ ഫാമിലിയും ഞങ്ങളുടെ അടുത്ത് ആ ഇമ്പോസിബിൾ വാക്ക് കേട്ട് തന്നെയാണ് വന്നത്. ആ ഇമ്പോസിബിളിനെ പോസിബിലിറ്റി ഉണ്ടാക്കാൻ ഒരു 35 years പ്ലസ് എക്സ്പീരിയൻസ് ഉള്ള ഇവിടെ ഡോക്ടർ അഫീസറും ടീമും ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞു. ആ ഒരു സ്റ്റോറി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഓൺ ടു ദ പ്രസൻറ്റേഷൻ, റീഡിഫൈനിങ് ബൗണ്ടറീസ് ഓഫ് ഫീറ്റൽ പ്രിസർവിങ് സർജറി. സിംപ്ലി പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും അറിയാം സിസേറിയൻ്റെ റേറ്റ്സ് കൂടുകയാണ്. അത് മദേഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്യുന്ന ഒരു പ്രൊസീജിയറായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റേണൽ പക്ഷെ ഒരു ടെക്നീക്കാണ്. ബേബിയെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ എങ്ങനെ ഇത് പ്രിസർവ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് മുകളിലോട്ട് പോകുന്ന ആ മഞ്ഞ സാധനം ബ്ലാഡറാണ്. നമുക്കപ്പോൾ ആലോചിക്കാം എത്ര അടുത്താണ് കുട്ടിയും ബ്ലാഡറുമായി ഇരിക്കുന്നത്. ഇപ്പം നോക്കുമ്പോൾ കാണുന്നില്ല ആ മുഴ. പക്ഷെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു പേഷ്യൻ്റ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പക്ഷെ നമ്മൾ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഇസ്തുമോസിൽ റിപ്പയർ ബേബീനെ അകത്ത് വെച്ചിട്ട് ലോകത്തിലെ തന്നെ, ഇതിപ്പോൾ നമ്മൾ പബ്ലിഷ് ചെയ്യണം മെഡിക്കൽ ജേർണൽസിൽ, ലോകത്തിൽ തന്നെ നടക്കുന്ന ആദ്യത്തെ ഇസ്തുമോസിൽ, സക്സസ്ഫുൾ ആയിട്ടുള്ള ഇസ്തുമോസിൽ റിപ്പയറാണിത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ രേഷ്മേനെ ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് രേഷ്മയും ഇവിടുന്ന് പോകാനായിട്ട് റെഡി ആയിരുന്നില്ല. കാരണം വെച്ചാൽ ഹോസ്പിറ്റൽ ഇത്രയും റിസ്ക്കി ആയിട്ടുള്ളൊരു ഇതാണ്. ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 16 ആഴ്ച അല്ലേ സെക്കൻഡ് സർജറി, ഒരു 12 weeks സെക്കൻഡ് സർജറി എൻസർക്കിളാണ് ചെയ്തു. ഏകദേശം ഒരു 12 weeks ആയപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ഈ കുട്ടി താഴോട്ട് ഇറങ്ങി വരിക. കാരണം വെച്ചാൽ മുഴുവനായിട്ട്, അതായത് താഴെയാണല്ലോ ഇരിക്കുന്നത്, ഗർഭപാത്രത്തിന് ഫുള്ളായിട്ട് അകത്തല്ല, താഴോട്ട് ഇറങ്ങി വരിക. അപ്പോഴും നമ്മൾ ശരിക്കും അത് വളരെയധികം വിഷമിച്ചു പോയി. കാരണം വെച്ചാൽ ഇത് ശരിയാവില്ല എന്നുള്ളൊരു ഫീലിംഗ് വന്നുപോയി. അന്നേരമാണ് നമ്മൾ സെക്കൻഡ് സർജറി ചെയ്യുന്നത്.
സെക്കൻഡ് സർജറി എന്ന് വെച്ചാൽ നമ്മൾ ആ ബേബീനെ താഴെ കെട്ടിട്ടിട്ട് താഴോട്ട് ഇറങ്ങി വരാതിരിക്കാനായിട്ട് ബേബീനെ അവിടെ കെട്ടി വെച്ചേക്കുക. സെക്കൻഡ് സർജറി, അതാണ് സെക്കൻഡ് സർജറി കണ്ടത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ പോലും വിചാരിച്ചില്ല. പക്ഷേ ഇനിയിപ്പം ഇത് വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ലോകം മുഴുവൻ ഇത് ഫോളോ ചെയ്യും. അപ്പം അങ്ങനെയാണ് മാത്രമുള്ള സ്കാർ പ്രഗ്നൻസി തന്നെ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ലോകം മുഴുവനുമുള്ള സർജൻസ് പലപ്പോഴും വില്ലിങ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഇത് പല സ്ഥലത്തും ചെയ്യാത്തതും ഇത് പല സ്ഥലത്തു നിന്ന് റെഫർ ചെയ്ത് അതുപോലത്തെ ഒരു സെൻറ്ററിലേക്ക് അയക്കുന്നത്. ഇത് 8 ആഴ്ചയുള്ള സ്കാർ പ്രഗ്നൻസി അബോർട്ട് ചെയ്യുന്ന കാര്യം പറയുന്നത്. കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടല്ലോ, ഒരു പൈപ്പ് തുറന്നു വിട്ടതുപോലെ ബ്ലഡ് വരും. ഇത് അബോർട്ട് ചെയ്താലും അതുപോലെ ബ്ലഡ് വരുന്നൊരു കണ്ടീഷനാണിത്. അപ്പോൾ അതുപോലൊരു സ്കാർ പ്രഗ്നൻസി നമ്മൾക്ക് ആ സ്കാർ റിപ്പയർ ചെയ്ത്, സ്കാർ എന്ന് പറഞ്ഞാൽ ഒരു മുറിവാണ്, ആ മുറിവ് ബേബിനകത്ത് വെച്ച് തന്നെ റിപ്പയർ ചെയ്ത് അതിനെ നമ്മൾ 36 ആഴ്ച 37 ആഴ്ച വരെ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്തു. 37 ആഴ്ച എന്ന് പറയുമ്പോൾ ഈ 8 ആഴ്ചയിൽ നിന്ന് ഏകദേശം 20 ഇരട്ടി വലുതായി കുട്ടി. അപ്പോൾ 20 ഇരട്ടി ബ്ലീഡിങ്ങും വരാമെന്ന് ആലോചിക്കണം. അത്രയും വലിയ പ്ലാസൻ്റ വലുതായിട്ട് ആ ബ്ലീഡിങ് വരുന്നത് നമുക്ക് രേഷ്മ ഹോസ്പിറ്റലിൽ തന്നെ കിടക്കിയിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഒരു 24 ആഴ്ച വരെയും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ NICUവിലൊക്കെ 24 ആഴ്ചയുള്ള കുട്ടികളെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അതുവരെയെങ്കിലും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കുട്ടീനെ രക്ഷിച്ചെടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് രേഷ്മയുടെ അടുത്ത് ഇത് പറയുന്നത്. കാരണം ഞങ്ങൾക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാവുമെന്ന് ഒരു ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാൻ രേഷ്മയുടെ അടുത്ത് പറഞ്ഞാണെന്ന് എൻ്റെ ഓർമ്മ. കാരണം ഇതിൻ്റെ ഒരു പരിണാമഫലം എങ്ങനെയാണെന്ന്, കാരണം വെച്ചാൽ മദറിനും ഡേഞ്ചർ വരാം, കുട്ടിക്കും പ്രശ്നം വരാം, ഇത് കണ്ടിന്യൂ ചെയ്തില്ല എന്ന് വരാം. അപ്പോൾ എല്ലാ കാരണം കൊണ്ടും ഇത് വളരെ റിസ്ക്കി ആയിട്ടൊരു പ്രൊസീജിയറാണ്. പക്ഷേ ഇതുപോലുള്ള പ്രഗ്നൻസി നമ്മൾ നേരത്തെ ഈ സ്കാർ പ്രഗ്നൻസി അല്ല, യൂട്രസ് ഓപ്പറേറ്റ് ചെയ്തിട്ട് മുകളിലുള്ള പ്രഗ്നൻസി ലോകത്തിൽ ആദ്യമായിട്ട് മെഷ് പ്ലാസ്റ്റി എന്ന് പറഞ്ഞൊരു പ്രൊസീജിയർ സൺറൈസിൽ തന്നെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതെല്ലാം ഓവർകം ചെയ്ത് നമുക്ക് ഈ ഒരു റിസൾട്ട് ഉണ്ടാക്കി തന്ന ഹഫീസാണ് ഒരുക്കം കുറിച്ചത്. അങ്ങനത്തെ ഒരു തീരുമാനം ഹഫീസ് സാർ എടുത്തതിന് പിന്നിലുള്ള ആ ഒരു കഥ നമുക്ക് കേൾക്കാം. ഞാൻ ഹഫീസ് സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രസ് അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് വേൾഡിലെ ഫസ്റ്റ് ഫീറ്റൽ പ്രിസർവിംഗ് സർജറിയാണ് പിന്നെ വേറെ ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ബേബിയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് പതിയതായി. അതിലേക്ക് പിന്നെ എന്താ ഹോം പോലെ ആയി. ആക്ച്വലി നഴ്സുമാരുടെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ള സ്റ്റാഫുകളുടെ അടുത്തായാലും ഡോക്ടേഴ്സിൻ്റെ അടുത്താണെങ്കിലും അത്രയും ഫ്രീ ആയിട്ടും ഇവരുടെ ാണ്. ഇനിയും ഈ പറഞ്ഞ പോലെ മറ്റുള്ള ഏതെങ്കിലും വൈഫായാലും സാറായാലും പറഞ്ഞ പോലെ ആർക്കെങ്കിലും ഇതിൽ ഒരു പോസിറ്റീവ് റിപ്ലൈ നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടുമ്പോൾ നമ്മൾ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോഴും എനിക്ക് വളരെ ഡൗട്ട്ഫുൾ ആയിരുന്നു, പറ്റുമോ, എങ്ങനെ. ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ തിയേറ്ററിൽ സാർ പറഞ്ഞ പോലെ അത്രയ്ക്ക് ഫുള്ള് മനസ്സിലായില്ലെങ്കിലും ബ്ലഡ്